ജമാൽ, ഇവിടെ നാട്ടിലിപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അവിടെ ഇതിനു മുൻപ് തന്നെ അതുല്യ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുൻപ് തന്നെ നിരന്തരം ആ പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്നുള്ളത് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഒക്കെയും മുന്നിലുള്ള കാര്യമായിരുന്നു അല്ലേ? തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇവിടെ പരാതി നൽകിയിരുന്നു. പക്ഷെ അത് കാര്യമായ നടപടികൾ പിന്നീട് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രവാസ ലോകത്തെത്തുന്ന ആളുകൾ തികച്ചും അരക്ഷിതരാണ്. കാരണം മാതാപിതാക്കളോ മറ്റോ ബന്ധുക്കളോ പലപ്പോഴും കൂടെ ഉണ്ടാകാറില്ല. ഭാര്യ മാത്രമാണ്, ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെ മാത്രമാണ് കൊണ്ടുവരുമ്പോൾ തികച്ചും അരക്ഷിതമായ അവസ്ഥയിലായിരിക്കും പല ആളുകളും ഉണ്ടാവുക. പക്ഷെ അവർക്ക് കരുതലാകേണ്ട അല്ലെങ്കിൽ തുണയാകേണ്ട ആളുകൾ തന്നെ ഇത്തരത്തിൽ ക്രൂരമായ പീഡനം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള വഴികൾ ആലോചിച്ചു പോകുന്നു എന്നത് അത്യന്തം ഖേദകരം തന്നെ. ഒരുപക്ഷെ ആർക്കും അനുകരിക്കാൻ ഇത് ഇനി ഇടവരുത്തട്ടെ, അല്ലെങ്കിൽ ഇനിയൊരു ഉദാഹരണ സംഭവം ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രവാസികൾ പൊതുവെയും ഇപ്പോൾ ചിന്തിക്കുന്നത്. അത്തരത്തിലുള്ള മാതൃകാപരമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നത് ഇവിടെ നിന്നും അതുപോലെ തന്നെ നാട്ടിലായാലും ഇത്തരത്തിലുള്ള നടപടികൾ ഇത്തരം കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം പീഡനങ്ങൾ നടത്തുന്നവർക്കെതിരെ ഇത്തരം കാരണ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോധവൽക്കരണം തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഇവിടെ നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതുതന്നെയാണ് ബന്ധുക്കളുടെ തീരുമാനം. ഷാർജയിൽ പോലീസിൽ പരാതി നൽകി ഇവിടെ തന്നെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ എടുപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. നാളെയും മറ്റന്നാളുമായി ഇതിന്റെ മറ്റു നടപടികളൊക്കെ തന്നെയും മുന്നോട്ട് പോകും. ശരി, ടി ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകുന്നത്.